ഓരോ വീടിനും അതിൻ്റെ ശാസ്ത്രപ്രകാരം മാത്രമേ ഫർണിച്ചർ ഇടാവൂ. നമ്മൾ അങ്ങനെ കസ്റ്റമറിനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ വീടിനും ആവശ്യമുള്ള രീതിയിൽ എന്താണോ നിങ്ങളുടെ ആവശ്യമുള്ളത്, ഒരു വീട്ടിൽ ഒരു ബെഡ്റൂമിൽ ഏത് കട്ടിൽ വേണം, അത് എത്ര അടി കട്ടിൽ വേണം, അത് മേശ എങ്ങനെ ഇടണം, അലമാര എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ള എല്ലാ നിർദ്ദേശവും കൊടുത്ത് ഫർണിച്ചർ കച്ചവടം ചെയ്യുന്ന കേരളത്തിൽ ഒരേ ഒരു സ്ഥാപനമാണ് കൈപ്പള്ളി. ഓഫർ ഇല്ല, സാധനത്തിന് വില കുറച്ച് കൊടുക്കത്തില്ല, അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. യഥാർത്ഥ ശാസ്ത്രപ്രകാരം വിവാഹിതരാവുന്നവര് 4 അടിക്ക് മുകളിലുള്ള ഒരു കട്ടിൽ ഉപയോഗിച്ചുകൂടാണ്. അതായത് ഈ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ 4 അടിക്ക് മുകളിലുള്ള ഒരു കട്ടിൽ ഉപയോഗിച്ചുകൂടാ അവര് കുട്ടികൾ ഉണ്ടാവുന്നിടം വരെ. അത് കഴിഞ്ഞിട്ടേ അവർക്ക് 5 അടിയിലേക്ക് പാവും. ഇവിടെ എല്ലാവരും ഇന്ന് വീട് വെച്ചിട്ട് വലിയ 6.25 കട്ടില് മേടിച്ച് എല്ലാ മുറിയിലും നിറച്ചിടും. ചെറിയൊരു ശീതസമരം വരും, ഒരു പിണങ്ങും. ഒരാൾ 6.25 കട്ടിലിന്റെ അങ്ങേ അറ്റത്ത് കിടക്കും, ഒരാൾ 6.25 കട്ടിലിന്റെ അങ്ങേ അറ്റത്ത് കിടക്കും. അപ്പൊ ഇവര് ഒരിക്കലും അടുത്ത് വരാൻ വളരെ വൈകും. പക്ഷെ ഒരു 4 അടി കട്ടിലാണെങ്കിൽ അവര് ഒരു തണുപ്പൊന്ന് അടിക്കുമ്പോഴേ അവര് തിരിച്ച് പ്രണയത്തിലേക്ക് വരും. വീണ്ടും അവിടെ സൗഹൃദം ഊട്ടിയുറയ്ക്കപ്പെടും. അവിടെ വളരെ ഭംഗിയായി കുടുംബം മുന്നോട്ട് പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫർണിച്ചർ ഇടുന്നതിന് ഒരു വലിയ ഘടകം തന്നെയുണ്ട് എന്ന് നമ്മുടെ സമൂഹം അറിയണം. നിങ്ങൾ കട്ടിൽ കുറഞ്ഞത് മേടിച്ചാലും നല്ലൊരു മെത്ത വാങ്ങൂ എന്ന് നിർബന്ധിക്കും ഞാൻ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിതരായി കിടക്കുന്ന 8 മണിക്കൂർ കിടക്കുന്ന ഒരു മെത്ത നല്ലതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നല്ല സുഖത്തോടെ ഉണരാൻ പാടാം. അതുകൊണ്ട് നല്ലൊരു മെത്ത സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇഷ്ടം പോലെ മെത്തയുടെ ഒരു സെലക്ഷൻ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ആര് കണ്ടാൽ ഈട്ടിയായിട്ട് തോന്നും, ആർക്ക് വേണമെങ്കിലും ഇത് ഈട്ടിയാന്ന് പറഞ്ഞ് വിൽക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ ഈട്ടിയല്ല, ഇത് മഹാഗണി കൊണ്ട് ഈട്ടി മോഡൽ ചെയ്തിട്ട് ഇതിന് വെറും 25 രൂപയുള്ളൂ. 25,000 രൂപ. 50,000 രൂപ പറഞ്ഞാൽ ഇത് കസ്റ്റമർ തരും. വീട്ടുകളുടെ ഫ്രണ്ടിൽ ഒരു ബെഞ്ച് ഉണ്ടാവും, ലുക്കിന്റെ ഭാഗമാണ്. സാറേ ഈ ബെഞ്ച് ഫുൾ തേക്കല്ലേ? ഫുൾ തേക്കിന്റെ റേറ്റ് എങ്ങനെ? ഞാൻ 6,000 രൂപയ്ക്ക് കൊടുക്കും. 6,000 രൂപയ്ക്ക്. ഓഫർ വേറെ ഒന്നുമില്ല, ഫ്രീ വേറെ ഒന്നുമില്ല. 6,000 രൂപ. പ്രിയപ്പെട്ട ഒരു സുഹൈലാണ് നിൽക്കുന്നത്, കൊല്ലം ജില്ലയിലെ പുത്തൂരാണ്, കൈപ്പള്ളി ഫർണിച്ചർ ഫാക്ടറി. അപ്പം ഈ കടയിൽ സ്റ്റാഫില്ല. കടയുടെ പേര് കൈപ്പള്ളി ഫർണിച്ചർ എന്നാണെങ്കിൽ കൂടിയും മാഷിന്റെ കട എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ കേരളത്തിലെ പല ആൾക്കാർക്കും അറിയൂ. മാഷ് അകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കടയിൽ സ്റ്റാഫില്ല, മാഷ് മാത്രമേ ഉള്ളൂ. മാഷ് ഈ കടയിൽ ഓണറാണ്. അപ്പം മാഷിൻ്റെ അടുത്ത് ചോദിക്കാം. മാഷേ നമസ്കാരം. നമസ്കാരം. മാഷ് വിളിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ അത് മാഷ് പ്രത്യേകം പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടാണ് വരുന്നത്, പെട്ടെന്ന് വഴിയിൽ നിന്ന് കണ്ടിട്ടൊന്നുമല്ല. സാറേ തീർച്ചയായും ഈ കടയിൽ സ്റ്റാഫില്ല? ഇല്ല. എന്തുകൊണ്ടാണ് സാറേ സ്റ്റാഫില്ലാത്ത? അത് സ്റ്റാഫില്ലാത്തതെന്ന് പറഞ്ഞാൽ സ്റ്റാഫില്ലാതെ ആ സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി വരുന്ന കസ്റ്റമറിന് കുറച്ച് കൊടുക്കുക അത്രേ. അപ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ നിരത്തിയിട്ടുണ്ട്. എല്ലാത്തിനും എൻ്റെ വിലയുണ്ട്. അത് നോക്കി അവർക്ക് തീരുമാനിക്കാം. എനിക്ക് ഇവിടെയുണ്ട്, പിന്നെ എഴുകോണിലുണ്ട്, ഓടനാവട്ടത്തുണ്ട്, കുഴിമതിക്കാടുണ്ട്. എല്ലായിടത്തും ഇത് മാത്രം അല്ല ഈ കടയുടെ പ്രത്യേകത, ഓഫറില്ല, വില കുറച്ച് കൊടുക്കത്തില്ല. അതെ, ഓഫർ ഇല്ല, അതുപോലെ ബാർഗനിങ് ഇല്ല. ഞാൻ എല്ലാത്തിലും വില നിശ്ചയിച്ചിട്ടുണ്ട്. അത് കസ്റ്റമർ തന്നെ നോക്കി കണ്ട് തീരുമാനിച്ചതിന് ശേഷം അവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ഷോപ്പിലുണ്ടാവും. ഫോൺ വഴിയായാലും വിളിക്കാം. തീരുമാനിക്കുന്നു, അവർക്ക് സാധനം അവരുടെ വീട്ടിൽ എത്തിച്ചേരും. ഇപ്പം ഓഫർ ഇല്ല, സാധനത്തിന് വില കുറച്ച് കൊടുക്കത്തില്ല. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഫർണിച്ചർ. സാറേ അങ്ങനെ പറഞ്ഞു, നമുക്ക് ഒരു കട്ടിലിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓഫർ ഇല്ലാത്തത് തീർച്ചയായും എന്തുകൊണ്ടാണ് ഓഫർ ഇല്ലാത്തതെന്ന് മനസ്സിലാക്കി തരാം. തീർച്ചയായും. അപ്പം കട്ടിലുകൾ അല്ലേ ഫുൾ സാറേ തേക്കല്ലേ കൂടുതലും? അതെ, തേക്കിന്റെ മാത്രമാണ്. ഓക്കെ, ഇതൊരു തേക്കിന്റെ കട്ടിലാണ്. ഇതൊരു തേക്കിന്റെ ഡബിൾ കട്ടിലാണ്. ഈ തേക്കിന്റെ ഡബിൾ കട്ടിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇത് മാർക്കറ്റില് 15,000 രൂപ വിലയുണ്ട് ഒരു തേക്കിന്റെ ഡബിൾ കട്ടിന്. പക്ഷെ ഞാൻ 10 രൂപയ്ക്ക് കൊടുക്കും. 15 രൂപയ്ക്ക് കൊടുക്കും. അല്ലാതെ ഇത് 15,000 രൂപയുടെ കട്ടില് 10 രൂപയ്ക്ക് അല്ലാതെ 15 കൊടുത്തിട്ട് ഒരു മെത്ത ഫ്രീ എന്ന് പറയാൻ എന്നെ കൊണ്ടാവില്ല. ജനങ്ങൾ 5 രൂപ കുറച്ച് മേടിച്ചിട്ട് നല്ലൊരു മെത്ത മേടിച്ച് കിടക്കട്ടെ മാഷെ, നല്ലൊരു മെത്ത മേടിച്ച് കിടക്കട്ടെ. അതെ, അതുകൊണ്ട് എന്റെ 15 രൂപയുടെ കട്ടിൽ ഞാൻ 10 രൂപയ്ക്ക് കൊടുക്കുന്നു. അതിന്റെ കൂടെ ഒരു ഫ്രീയും ഇല്ല. ഇതിനകത്തുണ്ട് 10,000 രൂപ എഴുതിയിട്ടുണ്ട്. ബാർഗനിങ് ഇല്ല. ഈ കട്ടിലോ സാറേ? അത് സിംഗിൾ ആണ്. ഇതിന്റെ പിന്നെ വില ഞാൻ കൊടുക്കുന്ന വില 8 രൂപയ്ക്കാണ്. 8,000 രൂപയ്ക്ക് കൊടുക്കുവാണ്. ഫ്രീ ഒന്നുമില്ല, ഫുൾ തേക്കാണ്. 8,000 രൂപയ്ക്ക് ഈ മാർക്കറ്റിൽ എവിടെയും അവർക്കൊരു സിംഗിൾ കട്ടിൽ വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്തൊരു മെത്ത ഇട്ട് കൊടുക്കുന്നില്ല. ആ വിലക്കുറവ് കൊണ്ട് അവർ നല്ല മെത്ത മേടിച്ച് കിടക്കട്ടെ. പക്ഷേ ഇത് പിന്നെ ഫാമിലി കോട്ടാണ്. 6.25 ഇതിന്റെ അളവ്. ഫാമിലി കോട്ടാണ്. പക്ഷെ മാർക്കറ്റ് 20,000 രൂപ വിലയുള്ള ബെഡ് ഈ കട്ടിൽ നമ്മൾ കൊടുക്കുന്നത് 13,000 രൂപയ്ക്ക്. 12,900 നമ്മൾ ഇത് കൊടുക്കുന്നത്. 12,900 നമ്മൾ കൊടുക്കുക. 20 രൂപ മാർക്കറ്റിൽ ഈ കട്ടിലിന് വിലയുണ്ട്. പക്ഷേ ഫുള്ള് തേക്കാണ്.
അതുപോലെ നമ്മൾ ഈ പറയുന്ന എല്ലാം തേക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് തേക്കായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിന് മാർക്കറ്റ് 40 രൂപ വിലയുണ്ട്. ഞാൻ 32 രൂപയ്ക്ക് കൊടുക്കും. 32,000 രൂപ 32,000 രൂപയ്ക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കും. വീട്ടിലെത്തിച്ച് നമ്മൾ എവിടെയാണെങ്കിലും ഒരു 50,000 രൂപയ്ക്ക് മേളിൽ പർച്ചേസ് ആണ് കേരളത്തിൽ എവിടെയും കൊടുക്കും. അല്ലെങ്കിൽ ജില്ലയിൽ എവിടെയും ഞാൻ ഒരൈറ്റം ഉള്ളെങ്കിലും കൊടുക്കും. ഇവിടുത്തെ അലമാരകൾ അല്ലെ, വാർഡ്രോബ്സ്. ഇതിന് ഈ പറഞ്ഞ പോലെ ഇതിനും ഓഫർ ഒന്നുമില്ല, 10 പൈസ വില കുറച്ചും തരത്തില്ല. പക്ഷെ ഇതിന്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 5,900 രൂപയ്ക്കാണ്. അത് 15 വർഷം വാറണ്ടി കൊടുക്കുന്ന കേരളത്തിൽ ഒരേ ഒരു കട. എല്ലാവർക്കും പറ്റുമെങ്കിൽ ചെയ്താട്ടെ. 15 അത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 15 വർഷം വാറണ്ടി. സാർ റേറ്റും കുറച്ച് തരത്തില്ല. അതില്ല, 6,900, 5,900, 7,900 ഇതേ രീതിയിലാണ് നമ്മൾ ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയല്ല, ഒരുപാട് കാറ്റഗറിയിൽ അലമാരകൾ ഇഷ്ടം മാതിരി ഉണ്ട്. ഒരുപാട് കാറ്റഗറിയിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഈ സെറ്റ്, കോർണർ സെറ്റുകൾ ഒരുപാട് മോഡൽസ് കോർണർ സെറ്റ് ഉണ്ട്. ഇതെല്ലാം തേക്കിന്റെ അല്ലേ സാർ? എല്ലാം തേക്കിന്റെ മാത്രം വിൽക്കുന്ന ഒരു കടയാണ്. തേക്കിന്റെ മാത്രമാണ്. ഇപ്പൊ ഇതിന്റെ വില, മാർക്കറ്റ് വില ഏകദേശം എത്ര ഉണ്ടാവും? ഇത് പക്ഷേ ഇത് ഡിപ്പോ തേക്കാണ്. ഇത് ഒരു വ്യത്യസ്തമായ മോഡലിൽ നമ്മൾ ചെയ്തിട്ടേക്കുന്ന, എനിക്ക് തോന്നുന്ന ഒരു ഐഡിയയിലാണ് നമ്മൾ ഇത് രൂപകൽപ്പന ചെയ്യുന്നത്. അങ്ങനെ ഇത് മാർക്കറ്റിൽ ഞാൻ ഒരു സാധനം നമ്മൾ ചെയ്തിടുമ്പോൾ ഞാൻ മാർക്കറ്റിൽ 10 കട കയറി ഇറങ്ങി പഠിച്ചതിന് ശേഷമാണ് വില നിശ്ചയം. ഇത് മാർക്കറ്റിൽ 46 രൂപ വിലയുണ്ട്. ഞാനിത് 26,000 രൂപയ്ക്ക് കൊടുക്കും. 26,000 രൂപയ്ക്ക് 26,000 രൂപയ്ക്കാണ് തേക്കിന്റെ കോർണർ സെറ്റ്. ഇതും വാറണ്ടി ലൈഫ് ടൈമാ? അതെ, ലൈഫ് ടൈം. എന്റെ ഈ കുഷ്യൻ ഒഴിച്ച് തടിക്ക് ലൈഫാണ് ഞാൻ കൊടുക്കുന്നത്. ലൈഫ് ടൈം വാറണ്ടി. കുഷ്യൻ അവരവർ സൂക്ഷിച്ചോണം. അത് ഇത് എനിക്ക് വേണമെങ്കിൽ വാറണ്ടി കൊടുക്കാന്ന് പറയാം. ഇത് പിന്നെ ഇത് കസ്റ്റമറാണ് സൂക്ഷിക്കേണ്ടത്. അവരത് നശിപ്പിച്ചിട്ട് ഞങ്ങൾ ശരിയാക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് ശരിയെ പറയാൻ പറ്റൂ, ശരിയെ ചെയ്യൂ. അതെ, 20,000 രൂപയ്ക്ക് നമ്മളിത് കൊടുക്കുന്നു. 20,000 രൂപയ്ക്ക്. അതാണ്. അത് ഇനി വാങ്ങാൻ വരുന്ന ഒരു കസ്റ്റമർ ഇനി എന്ത് കുറയുമെന്നൊരു ചോദ്യം ഇങ്ങോട്ട് വേണ്ട. ഇതിന് 20,000 രൂപ തന്നെ. അതെ, അതാ ഇവിടെ. ഇതിന് ഓഫറോ അല്ല ഇനി ഒരു ഫ്രീയോ അല്ല ഇതിനൊരു ചീപ്പോ ഫ്രീയോ ഒന്നുമില്ല. ഇതിന്റെ വില 20,000 രൂപ. തേക്കല്ലേ ഇത്? അതെ, ഇത് തേക്കിന്റെ സെറ്റ് ആണ്. 20,000 രൂപയാണ്. ഇതിനകത്ത് ഓഫർ ഇല്ല, വിലക്കുറവില്ല, ഒന്നുമില്ല. ഫിക്സഡ് റേറ്റ്. അതെ, ഫിക്സഡ് 20,000. ഇതൊക്കെ ഇത് 28 രൂപയ്ക്ക് കൊടുക്കും. പക്ഷേ അത് 28,000 രൂപയ്ക്ക് കൊടുക്കും. 28,000 രൂപയ്ക്ക് ഇതാണ് ലക്ഷറി സെഗ്മെന്റിൽ വരുന്നതാണ്. അതെ, എങ്ങനെയുണ്ട്? അടിപൊളി കേട്ടോ. അത് നമ്മള് അത് ചെയ്യുന്ന എല്ലാം വൃത്തിയായിട്ടായിരിക്കും, നന്നായിട്ടായിരിക്കും. അത് ആ രീതി. ഓക്കെ. ഇപ്പം ഈ കട്ടിൽ ഇപ്പൊ അത്യാവശ്യം ലക്ഷറി സെഗ്മെന്റിൽ വരുന്നതാണ് അല്ലേ സാറേ? ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഒത്തിരി സ്പേസ്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 3 ഉണ്ട്. ഇവിടെയുണ്ട്, അടിയിലുണ്ട് അല്ലേ? അടിയിലുണ്ട്. ഇതുണ്ടല്ലേ, ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒത്തിരി സ്പേസ് ഉള്ള തേക്കല്ലേ? അതെ, ഡിപ്പോ തേക്ക. ഫുൾ തേക്കിന്റെ സാധനമാണ്. ഇതിന്റെ റേറ്റ് എങ്ങനെയാ സാറേ? ഇത് ഞാൻ അത് മെമ്മറി ഫോമിന്റെ 6 ഇഞ്ച് കനമുള്ള ഏറ്റവും നല്ല 24,000 രൂപ വിലയുള്ള ബെഡ്ബോർഡ് ഇട്ട് ഈ കട്ടിൽ സെറ്റ് ആക്കി കൊടുക്കുന്ന വെറും 50 രൂപയ്ക്ക്. 50,000 രൂപ. ഈ കട്ടിൽ മെത്ത ഉൾപ്പെടെ. ഇത് ലോക്കൽ മെത്ത അല്ല, അത് 6 ഇഞ്ച് കനമുള്ള ഫോം മെത്ത ഇട്ടിട്ട് 10 വർഷം വാറണ്ടി ഉള്ള. അതെ, ഇതെല്ലാം കൂടി സാറ് കൊടുക്കുന്നത് 50,000 രൂപയാണ്. ഇതുപോലുള്ള. അതെ, അത് ഇത് കണ്ടില്ലേ? അത് ഡിപ്പോത്തേക്ക് ചെയ്ത ആനക്കൊമ്പിന്റെ മോഡലിലൊക്കെ ചെയ്തെടുത്തിരിക്കുക. ഈ ഒരു കട്ടിലുണ്ട്. ഇത് ഭയങ്കര രാജകീയ പ്രൗഢി അല്ലേ? ആനക്കൊമ്പില് അതിന്റെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കിടക്കുന്ന കട്ടിൽ പോലെ ഇരിക്കുക. ഭയങ്കര വർക്ക് ചെയ്തേക്കുന്ന കട്ടിലാണ്. ഈ കട്ടിലിന്റെ റേറ്റ്, ഇത് മെത്ത ഉൾപ്പെടെ ഇതിന്റെ റേറ്റ് ഒന്ന് പറഞ്ഞു. ഇത് മെത്ത ഉൾപ്പെടെ ഞാൻ 35 രൂപയ്ക്ക് കൊടുക്കും. 35,000 രൂപയ്ക്ക് 6 ഇഞ്ച് കനമുള്ള സ്പ്രിംഗ് ബെഡാ. ഓക്കെ, 6 ഇഞ്ച് കനമുള്ള സ്പ്രിംഗ് ബെഡും കട്ടിലൂടെ ചേർന്ന് ഞാൻ 35,000 രൂപയ്ക്ക്. ഈ കട്ടിലും ഈ സ്പ്രിംഗ് ബെഡും എല്ലാം കൂടെ ചേർത്ത് 35,000 രൂപയ്ക്ക്. ഈ ഒരു കട്ടില് പണിഞ്ഞെടുക്കുന്നത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. തേക്കിനകത്ത് എത്ര രൂപയാന്ന് ആലോചിച്ച് നോക്കണം. 6 ചെയറിന്റെ ഒരു ഡൈനിങ് ടേബിൾ. ഇത് അത്യാവശ്യം മൊത്തം തടിയാണ്, ഭയങ്കര വർക്കാണ്. അതെ, മൊത്തം തടിയാണ്. ചെയർ തന്നെ കാണുമ്പോൾ ഭയങ്കര വർക്കാണ്. സാർ ഇത് എല്ലാ കടകളിലും സാറിന് അതിന് വേണ്ടി ഗ്ലാസും പെബിൾസ് ഒക്കെ ഇട്ടിട്ടാണ്. ഇവിടെ എന്താ ഗ്ലാസ് ഇല്ല? ഞാൻ ഒന്നിനും മാഷ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഡൈനിങ് ടേബിളിന് ഗ്ലാസ് വെച്ചിട്ടില്ല. കാരണം ഗ്ലാസ് വെച്ചാൽ വരുന്ന കസ്റ്റമറിന് തടി കാണാൻ പറ്റില്ല. ഗ്ലാസ് പൊക്കി തടി എന്തായാലും കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ കസ്റ്റമർ തടി കണ്ടെടുത്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് ഇട്ട് കൊടുക്കും. ഇവിടുന്ന് നോക്കിയാൽ ഇതുണ്ടോ, ഇതിന്റെ വർക്ക് ഗംഭീര വർക്കാ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ചെയറിൽ പോലും ചെയ്തിരിക്കുന്ന വർക്ക് ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇതിന്റെ ആ ഡൈനിങ് ടേബിളിന്റെ കാല് ശ്രദ്ധിച്ചറിയാം മാഷെ. ആ കാല് ചെയ്തതിന് ഓരോ കാലിനും 5 ടച്ച് വർക്കായതാ. ഓക്കെ, കാല് മാത്രം. ഓക്കെ, ഗംഭീര സംഭവം കിട്ടും. ഇതും ഈ പറഞ്ഞ പോലെ വളരെ അഫോർഡബിൾ പ്രൈസിന്. അതെ, ഞാൻ 35,000 രൂപയ്ക്ക് ഗ്ലാസ് കൂടി ഇട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഈ സാധനം 35,000 രൂപയ്ക്ക് ഗ്ലാസും കൂടി ഇട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് സാധനം എത്തിച്ചു. ഓക്കെ,
അപ്പം കേരളത്തിൽ എവിടെ ആയാലും മാഷിനെ വിളിച്ചാൽ മതി. മാഷ് ഇതിനെ പറ്റിയിട്ട് ഫർണിച്ചർ എങ്ങനെ വാങ്ങണം, എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കണം എന്നതിനെ ഡീറ്റെയിൽ മാഷ് പറഞ്ഞു തരും അല്ലേ മാഷ്? തീർച്ചയായും വാങ്ങിയില്ലേലും വന്ന എന്ന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശവും ഞാൻ കൊടുക്കും. അപ്പം മാഷ് ഏകദേശം 35 വർഷത്തോളം ഫർണിച്ചർ മേഖലയിൽ നിൽക്കുന്ന ആളാണ്, ഒരു അധ്യാപകനാണ്. ഒരു ഫർണിച്ചർ വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വരെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ. ആ ശാസ്ത്രം നിങ്ങളോട് വ്യക്തമായിട്ട് സാർ പറഞ്ഞു തരും. സാറിന്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുക്കാം വീഡിയോയിൽ ഫോൺ നമ്പർ കൊടുക്കാം. അപ്പോൾ കൈപ്പള്ളി ഫർണിച്ചർ സാർ എവിടെയൊക്കെ ബ്രാഞ്ച്? കൈപ്പള്ളി ഫർണിച്ചർ കുഴിമതിക്കാടാണ് ഹെഡ് ഓഫീസ്. ഓടനാവട്ടത്തുണ്ട്, എഴുകോണുണ്ട്, പുത്തൂരുണ്ട്. ഞാൻ മെത്തയെ കുറിച്ച് എന്റെ കസ്റ്റമറോട് നല്ല ക്ലാസ് കൊടുക്കാറുണ്ട്. എല്ലാവരും വന്ന് വളരെ കൂടിയ കട്ടിൽ വാങ്ങും, പക്ഷെ മെത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ഏറ്റവും കുറഞ്ഞൊരു മെത്ത വാങ്ങും. ഇത് പാടില്ല. നിങ്ങൾ കട്ടിൽ കുറഞ്ഞത് മേടിച്ചാലും നല്ലൊരു മെത്ത വാങ്ങൂ എന്ന് നിർബന്ധിക്കും ഞാൻ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിതരായി കിടക്കുന്ന 8 മണിക്കൂർ കിടക്കുന്ന ഒരു മെത്ത നല്ലതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നല്ല സുഖത്തോടെ ഉണരാൻ പാടാം. അതുകൊണ്ട് നല്ലൊരു മെത്ത സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇഷ്ടം പോലെ മെത്തയുടെ ഒരു സെലക്ഷൻ വെച്ചിരിക്കുന്നത്. അത് സക്സസ് ആണ്. പക്ഷേ എല്ലാവരും ഞാൻ പറയാറുള്ളത് പോലെ ഇന്ന് മെത്തയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് നല്ല മെത്തകൾ വാങ്ങുന്നുണ്ട്. കട്ടിലാരും കിടക്കുന്നില്ല, എല്ലാവരും കട്ടിൽ വാങ്ങുന്നുണ്ട്. പക്ഷേ കട്ടിൽ അവിടെ ഇട്ടിട്ട് അതിൻ്റെ നമ്മൾ വാങ്ങുന്ന മെത്തയെ താങ്ങാനൊരു ഉപകരണം മാത്രമാണ് കട്ടിൽ. പക്ഷേ എല്ലാവരും കട്ടിലിന് പ്രാധാന്യം കൊടുക്കുകയും മെത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാതിരിക്കുമ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അത് സക്സസ് ആയിട്ട് എൻ്റെ കടയിൽ വരുന്നവരെല്ലാം നല്ല മെത്ത വാങ്ങുന്നവരാണ്. കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനം, ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ ഒരു കട്ടിൽ എങ്ങനെ ഇടണമെന്ന് വരെ മാത്രമേ പറയൂ. അതെ, അത് ശാസ്ത്രപ്രകാരം തന്നെയാണ്. അത് ജനങ്ങൾക്ക് അറിയാം. നമ്മള് ഇഷ്ടം പോലെ ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെ ഇന്നും കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അതെല്ലാം നമ്മൾ വന്ന ഉടനെ ഒരു കസ്റ്റമറിനെ എങ്ങനെ ഇതെല്ലാം കൂടെ വാരി അയാളുടെ വീട്ടിലെത്തിക്കാൻ നല്ല ചിന്തിക്കുന്നു. ആദ്യം അവരെ പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവരുടെ വീടിന്റെ രീതി, അവരുടെ വീട് എങ്ങോട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, കിഴക്കോട്ടാണോ തെക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ, ഇങ്ങനെ എല്ലാം അറിഞ്ഞ് അവരുടെ വീടിന്റെ ബെഡ്റൂമിന്റെ വലിപ്പം ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർക്ക് നമ്മൾ ഫർണിച്ചർ നിശ്ചയിക്കുന്നത്. അതെ അത് നമ്മൾ കച്ചവടത്തിനുപരി ഒരു സൗഹൃദത്തിലൂടെ അവർക്ക് നല്ല രീതിയിൽ ആ കുടുംബം നടന്നു പോകണം. അതേ രീതിയിൽ നമ്മൾക്ക് ആ വീട്ടിന് ഐശ്വര്യം വരുന്ന രീതിയിൽ ഒരു വീടിന്റെ ഐശ്വര്യം ഫർണിച്ചർ. നമ്മൾ എത്ര കളർഫുൾ ആക്കിയ ഒരു വീട് ചെയ്താലും വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു ഫർണിച്ചറിന്റെ ആ നിലവാരവും ആ ഫർണിച്ചറിന്റെ പിന്നെ ക്രമീകരിച്ചിരിക്കുന്ന രീതിക്ക് ഒരു ഘടനയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടും. അത് വലിയ കൂടിയ ഫർണിച്ചർ ഇടണമെന്നില്ല, നമ്മൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് മാത്രം. അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഫർണിച്ചർ കൊടുക്കുന്ന ഒരു കടയാണ്. ഒരേ ഒരാൾ സാറിനായിട്ട് മുന്നേ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം ഉടലെടുക്കുന്നതും കട്ടിലാണ്, തീരേണ്ടതും കട്ടിലാണ് അല്ലേ? അത് ശരിയായൊരു വസ്തുതയാണ് മാഷേ. ഒരു ഇന്നത്തെ പലർക്കും അറിയില്ല ഒരു ബെഡ്റൂമിൽ എത്ര വലിപ്പമുള്ള കട്ടിൽ വേണമെന്ന്. ഇത് എൻ്റെ ഇന്ന് ഫർണിച്ചർ വാങ്ങിയില്ലേലും ഒരു ഫർണിച്ചർ എങ്ങനെ ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും ഒന്നുമില്ല. എന്റെ കയ്യിൽ വാങ്ങണമെന്ന് ഇവിടെ വരിക, മാഷ് ഞാൻ ഇച്ചിരി ഫർണിച്ചർ വാങ്ങിപ്പോയി, അത് എന്റെ വീട്ടിൽ എങ്ങനെ ഇടണം, ഞാൻ കൃത്യമായി വേണമെങ്കിൽ അവിടെ പോയി അത് പറഞ്ഞു കൊടുക്കും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഫർണിച്ചർ വാങ്ങിയില്ല, നിങ്ങൾ എവിടുന്ന് ഫർണിച്ചർ വാങ്ങിയാലും മാഷിന്റെ അടുത്ത് സമീപിച്ചാൽ മതി. മാഷ് അത് എങ്ങനെ ഇടണമെന്ന് അങ്ങനെ പറയുന്ന കേരളത്തിൽ ഒരേ ഒരാള് മാഷ് മാത്രമേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ അത് സത്യസന്ധമായി ചെയ്തു കൊടുക്കും. കാര്യം അവിടെ നമ്മുടെ ഇന്ന് ഫർണിച്ചർ വാങ്ങിയോ വാങ്ങിയില്ലയോ എന്നുള്ളതല്ല, ഒരു സൗഹൃദം എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്.